എല്ലാ കാഴ്ചകളും സുന്ദരമാകണമെന്നില്ല. നമ്മൾ എങ്ങനെയാണോ ആ കാഴ്ചയെ കാണാൻ ശ്രമിച്ചത്, അവിടെയാണ് അതിൻ്റെ യഥാർത്ഥ സൗന്ദര്യവുമുള്ളത്. ചില കാര്യങ്ങൾ വിലയുള്ളതായി തോന്നുന്നത് രണ്ട് ഘട്ടങ്ങളിൽ മാത്രമാണ്. ഒന്നെങ്കിൽ അത് ലഭിക്കുന്നതിന് മുൻപ്, അല്ലെങ്കിൽ അത് നഷ്ടമായതിനു ശേഷം. എനിക്കാരെയും ആവശ്യമില്ല എന്ന അഹങ്കാരവും എല്ലാവർക്കും എന്നെ ആവശ്യമായി വരും എന്ന വ്യാമോഹവും പാടില്ല. ജീവിതപാതയിൽ നമുക്ക് സംഭവിച്ച വീഴ്ചകളാണ് നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചറിവും നമ്മൾ ആരാണെന്ന് സ്വയം മനസ്സിലാക്കുവാനുള്ള അവസരവും. നമ്മൾ നേടിയ വിജയം ജീവിതത്തിലുടനീളം സന്തോഷം നൽകണമെന്ന് ഉറപ്പില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും മനസ്സിനെ സന്തോഷമാക്കി വയ്ക്കുക. കാരണം സന്തോഷമുള്ള മനസ്സ് എപ്പോഴും നമ്മളിലേക്ക് വിജയത്തെ കൊണ്ടുവരും. കൂടെയുള്ളവരുടെ പരിശ്രമങ്ങളെ ചോദ്യം ചെയ്യാതെ തന്നെ തിരിച്ചറിയുകയും ആവശ്യമറിഞ്ഞ് സഹായിക്കുകയും ചെയ്യുന്നത് എല്ലാ കാലവും നിലനിൽക്കുന്ന ബന്ധങ്ങൾ സൃഷ്ടിക്കും. സ്നേഹബന്ധങ്ങൾ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരെല്ലാം തെറ്റുകൾ ക്ഷമിച്ചെന്നിരിക്കും. ബന്ധങ്ങൾ ഒഴിവാക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ ചെറിയൊരു തെറ്റിനായി കാത്തിരിക്കും. ആരെങ്കിലും നിങ്ങളുടെ വഴിയിൽ ഒരു കുഴി കുഴിച്ചാൽ നിങ്ങൾ അസ്വസ്ഥനാവരുത്. കാരണം അവരാണ് നിങ്ങളെ എങ്ങനെ ചാടണമെന്ന് പഠിപ്പിക്കുന്നത്. ആർക്കും ഇരുമ്പിനെ നശിപ്പിക്കാൻ കഴിയില്ല, പക്ഷേ സ്വന്തം തുരുമ്പിന് കഴിയും. അതുപോലെ തന്നെയാണ് ആർക്കും ഒരു വ്യക്തിയെ നശിപ്പിക്കാൻ കഴിയില്ല, എന്നാൽ അയാളുടെ മാനസികാവസ്ഥയ്ക്ക് അതിനു സാധിക്കും. സ്നേഹവും ബഹുമാനവും ആദരവും ലഭിക്കേണ്ട ആദ്യത്തെ വ്യക്തി അത് നിങ്ങൾ തന്നെയാണ്. അത് സ്വയം അവനവനോട് ആദ്യം തോന്നേണ്ട ഒന്നാണ്. നമ്മെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റാർക്കും അതിന് സാധിച്ചു എന്ന് വരില്ല. ഒരു മരത്തിൻ്റെ ജീവൻ അതിൻ്റെ വേരുകളിലാണ്, ഭംഗിയുള്ള പൂക്കളിലല്ല. അതുപോലെ പുഞ്ചിരിക്കുന്ന മുഖങ്ങളിലല്ല, നന്മയുള്ള മനസ്സുകളെയാണ് തിരിച്ചറിയേണ്ടതും കൂടെ നിർത്തേണ്ടതും. മുനയൊടിഞ്ഞു തേഞ്ഞു തീരുമ്പോഴാവും മനസ്സിലാവുക ചിലരുടെ ജീവിതങ്ങൾക്ക് നിറം പകരുവാനുള്ള വെറും കളർ പെൻസിൽ മാത്രമായിരുന്നു നമ്മളെന്ന്. തൻ്റെ വേദനയ്ക്ക് കാരണമായ പുരുഷനെയും തന്നെ ചേർത്തു നിർത്തിയ പുരുഷനെയും ഒരു സ്ത്രീയും എപ്പോഴും മറക്കുകയില്ല. പ്രചോദനത്തിനായി ഒരിക്കലും കാത്തു നിൽക്കരുത്. കാരണം അത് നിങ്ങളെ തേടി നിങ്ങളുടെ പിന്നാലെ ഒരിക്കലും വരികയില്ല. ഒരു വടിയൂന്നി നിങ്ങൾ അതിൻ്റെ പിന്നാലെ പോകുക തന്നെ വേണം. വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ മാത്രമാണ് നമ്മളെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരെയും നമ്മോടൊപ്പം നിൽക്കുന്നവരെയും നമുക്ക് കണ്ടെത്താൻ കഴിയുക. ജീവിതത്തെ ഒരു ഓട്ടമത്സരത്തിനോട് ഉപമിക്കാം. പക്ഷേ വിജയിയാകുന്നത് ആദ്യം ഓടിയെത്തുന്ന വ്യക്തിയല്ല, അവസാനം വരെ ഓടുന്നയാളാണ്. ഇരുട്ടിലും വെളിച്ചത്തിലും ഒരേ ആളാകാൻ കഴിയുന്നവരാണ് അണയാത്ത വിളക്കാകുക. അല്ലാത്തവരും വിളക്കാകും, പക്ഷേ വെളിച്ചമുണ്ടാകില്ല എന്ന് മാത്രം. തുടക്കം അത് ഇന്നിൽ തന്നെ നിന്നാവണം. നാളെയാകുമ്പോൾ വീണ്ടും അത് നാളത്തേക്ക് മാറ്റപ്പെടും. ഒരു കാര്യം നടക്കണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ പിൻപിൽ കാണുന്നതെല്ലാം സാധ്യതകളായിരിക്കും, മറിച്ചാണെങ്കിൽ എല്ലാം തടസ്സങ്ങളും. വിജയം നേടാൻ ശ്രമിക്കുക, അസൂയയെ മാറ്റി നിർത്തുക, അറിവ് സമ്പാദിച്ചു കൊണ്ടേയിരിക്കുക, സൗഹൃദങ്ങൾ വളർത്തിക്കൊണ്ടേ വരിക. ജീവിത യാഥാർത്ഥ്യങ്ങളോടൊപ്പം സ്വന്തം ഇഷ്ടാനിഷ്ടങ്ങളും ചേർക്കുന്നത് കൊണ്ടാണ് കുടുംബ ബന്ധങ്ങൾ പലപ്പോഴും തകർന്നു പോകുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് സപ്പോർട്ട്, സബ്സ്ക്രൈബ്.